പ്രയാണം. നോമ്പുകാല ചിന്തകൾ 22-ാം ദിനം. നോമ്പ് ജീവിതത്തിലെ പരമപ്രധാനമായ ആഗ്രഹം മനസ്സിൽ തെളിയേണ്ട കാലഘട്ടം. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക, അവിടുത്തെ ഒന്ന് കാണാനായിട്ട് കഴിയുക? ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ഭക്തൻ്റെ ഹൃദയവികാരമാണ് പ്രയാണത്തിലെ ഇന്നത്തെ ചിന്താവിഷയം. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം, ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാനുള്ള ഹൃദയ അഭിലാഷം, എത്രയോ വിശുദ്ധമായ ആഗ്രഹം. ദൈവത്തിനായി എത്രമാത്രം ഞാൻ കൊതിച്ചിട്ടുണ്ട്. അവിടുത്തേക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ജ്വലനം ഉണ്ടായിട്ടുണ്ടോ? അതെ, ആത്മപരിശോധനയുടെ സമയമാണ് ഈ നോമ്പുകാലം. ജീവിതത്തിൽ വലിയ സംതൃപ്തിയും സൗഭാഗ്യവും കൊണ്ടുവരുവാൻ ഈ ആഗ്രഹത്തിന് സാധിക്കും. ഏകാന്തവാസിയായി ജീവിച്ച ഒരു സന്യാസി ഒരു കൂട്ടം സന്യാസിനിമാരുടെ ചാപ്ലിനായി ജോലി ചെയ്തതിനെ പറ്റി ഒരു കഥയുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും ഏകാന്തതയിൽ, പ്രാർത്ഥനയിലും പഠനത്തിലും ചെറിയ ജോലിയിലുമാണ് സന്യാസി ചെലവഴിച്ചിരുന്നത്. ജീവിത സായാഹ്നമായപ്പോൾ ആത്മീയ പുത്രിമാർ ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് ഈ വർഷങ്ങളിലെല്ലാം ജീവിതം എങ്ങനെയാണ് ആസ്വദിച്ചത്? ഒരു മടിയും കൂടാതെ പൊടും തന്നെ വർദ്ധിത സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു, എത്രയോ മഹത്തരവും മനോഹരവുമായ ജീവിതമാണ് എനിക്കുള്ളത്. എല്ലാ ദിവസവും മരിക്കാൻ ഞാൻ തയ്യാറെടുക്കുകയാണ്. ഈ സന്യാസവര്യന് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവത്തിൻ്റെ മുഖമായിരുന്നു. മറ്റൊന്നിനും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലോ മനസ്സിലോ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും ആ സന്യാസി ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ആ ധന്യ നിമിഷമായിരുന്നു. ആ പുണ്യദർശനത്തിനായി വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിനായുള്ള ദാഹവും അവിടുത്തെ സാന്നിധ്യത്തിനായുള്ള തീവ്ര അഭിലാഷവും പുതുക്കി പ്രതിഷ്ഠിക്കേണ്ട സമയമാണ് ഈ നോമ്പുകാലം. ദൈവത്തിനായുള്ള ദാഹം അസ്തമിക്കുന്ന ഇക്കാലത്ത് അവിടുത്തേക്ക് വേണ്ടി ദാഹിക്കാൻ നാം തയ്യാറാണ്. ഈ ഒരു ചോദ്യമാണ് സഭ ഇന്ന് നമ്മുടെ മുൻപിൽ വെക്കുന്നത്. ക്രിസ്തുവിനായി ദാഹിച്ച് യാത്ര തിരിച്ചവരായിരുന്നു പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ. അവരെക്കുറിച്ചുള്ള വചനവ്യാഖ്യാനത്തിൽ സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് ശ്രദ്ധേയമാണ്. ജ്ഞാനികൾ നക്ഷത്രം കണ്ടതുകൊണ്ടല്ല യാത്ര ആരംഭിച്ചത്, മറിച്ച് അവർ യാത്രയിൽ നക്ഷത്രം ദർശിക്കുകയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ദാഹിച്ച അവരുടെ ഹൃദയങ്ങൾക്ക് മുൻപിൽ ദൈവം ആകാശത്ത് നക്ഷത്രം ഉദിപ്പിച്ച് വഴി കാട്ടിക്കൊടുത്തു. ദൈവത്തിനായി തീവ്രമായി ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ അടയാളങ്ങൾ നൽകി ദൈവം യാത്രയെ ധന്യമാക്കും. ഈ നോമ്പുകാലത്തല്ലാതെ വേറെ എപ്പോഴാണ് ദൈവത്തിനായി എൻ്റെ ഹൃദയം ദാഹിക്കേണ്ടത്? എൻ്റെ ദാഹം ആർക്കു വേണ്ടിയാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? പൊള്ളയായ വാഗ്ദാനങ്ങളിലും ഭ്രമിപ്പിക്കുന്ന മോഹങ്ങളിലും കുടുങ്ങി ദൈവത്തിനായുള്ള ദാഹത്തെ ശമിപ്പിച്ചു കളയരുത്. അവിടുത്തെ മുഖം നോക്കി മുന്നോട്ട് യാത്ര തുടരാം. ജന്മം സമ്പൂർണ്ണമാക്കാം.